മേരെ അല്പസമയം ദൈവാലോചനയ്ക്കായി ഗലേഷ്യൻ ചാപ്റ്റർ 3 വേഴ്സ് 14 ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. And for today's meditation, let's read from the book of from Galatians chapter 3 verse 14. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. God's name. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഓർപ്പിച്ച ഒരു ആലോചനയാണ് നമ്മൾ ഇന്ന് പകൽ ധ്യാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. And the verse that we have just read is a counsel of God that is being said by Paul. അവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. Abraham's blessing. അത് ക്രിസ്തുയേശുവിൽ കൂടെ യഹൂദന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. And through Lord Jesus Christ, what it says is through Lord Jesus Christ we have been received, or we have been blessed with the same blessing that was given to the Jewish people. അപ്പോൾ യഹൂദന്മാരുടെ അനുഗ്രഹം നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം ബ്ലെസ്സിങ് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമ്മളത് പ്രാപിക്കുന്നത് വിശ്വാസത്താൽ തന്നെ. Christ Jesus, God has blessed the Gentiles with the same blessing he promised to Abraham, so that we who are believers might receive the promised Holy Spirit through faith. ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് അബ്രഹാമിന്റെ ബ്ലെസ്സിങ് യഹൂദനുള്ള അനുഗ്രഹം നമുക്ക് വിശ്വാസത്താൽ ഫെയ്ത്തിലൂടെ നമുക്കത് നിശ്ചയമായും അത് നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. Of Abraham, the blessing that was bestowed on one's Jews through faith, and if we believe, then we shall also receive that same blessing. നമ്മൾ പാപത്തെ ജയിച്ചത് ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ്. പാപത്തെ നമുക്ക് ജയിക്കുവാൻ ഇടയായത്. ദൈവത്തിന് സ്തോത്രം. By the blood of Jesus we have overcome the power of sin. 51-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയും. ദൈവത്തിന് സ്തോത്രം. And the psalmist says in Psalm chapter 51 that verse 9 that hide thy face from my sins and blot out all my iniquities. അപ്പൊ നോക്കുക, ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് ഇവിടേക്ക് ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. It reminds us about a blessing that we receive through Lord Jesus Christ. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെയാണ് പൗലോസ് പറയണ യേശു ക്രിസ്തുവിലൂടെ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലൂടെയാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. This blessing through the foundation that is being set on Lord Jesus Christ. ഈ പൗലോസ് യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനം ആത്മാവിന്റെ ആഴത്തിൽ പൗലോസിനെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. And the foundation that was laid in Jesus Christ was being revealed through Holy Spirit to Paul. അല്ലെങ്കിൽ പിന്നെ യഹൂദനായിരിക്കുന്ന പൗലോസ് ഇതിങ്ങനെ വ്യാഖ്യാനിച്ചു തരാൻ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിച്ചു തന്നത്. ദൈവത്തിന് സ്തോത്രം. Then Paul, who is himself a Jewish person, will not be able to speak about this. പൗലോസ് ഒരു കാലത്ത് യഹൂദ മതത്തിന് നസ്രായ മതത്തിന് ശത്രുവായിരുന്നു. We know that Paul was once persecuting the Christians. അവൻ യഹൂദ മതത്തിൽ എരിവുള്ളവനായിരുന്നു. And he was zealous about the Jewish religion. എന്നാൽ ആത്മാവിന്റെ ആഴം യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനം അവൻ കണ്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ അവന്റെ മതം അവന്റെ റിലീജിയൻ എടുത്തവൻ ദൂരെ കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. When he was able to witness the foundation that was set in Lord Jesus Christ, he kept aside all his religious beliefs. അപ്പോഴാണ് പുള്ളിക്ക് ഒരു പാലം മനസ്സിലായത്. ഈ അബ്രഹാമിന്റെ യഹൂദ ജാതിയുടെ അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ അത് വിശ്വസിക്കുന്നവർക്കെല്ലാം അത് ലഭിക്കുമെന്ന് മിസ്റ്ററി പൗലോസിന് പിടികിട്ടി. ദൈവത്തിന് സ്തോത്രം. That's how mystery was revealed to Paul, that Jesus Christ himself is like a bridge that stands between the Jewish people and the Gentiles, so that the Gentiles might receive the blessings that was bestowed once upon the Jewish people. ഈ പൗലോസ് ധാരാളം ദർശനങ്ങൾ കാണുന്ന വ്യക്തിയായി.
You know that Paul used to see a lot of visions. എണ്ണി ധാരാളം ഉണ്ടെങ്കിലും പ്രധാനമായി 5 ദർശനങ്ങളാണ് ബൈബിളിൽ പൗലോസിന്റെ വളരെ പ്രധാനപ്പെട്ട കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. And there are 5 important visions that Paul saw that is mentioned in the Word of God. 5 ദർശനങ്ങളും വലിയ മഹത്തായ വലിയ ദൈവപ്രവൃത്തിയുടെ മുഖാന്തരങ്ങളായി മാറിയതായിട്ട് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. We know that was manifested as one of the greatest God's work. ദർശനം വളരെ ചെറുതാണെങ്കിലും സംഭവം വലിയ അത്ഭുതങ്ങളായി മാറി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Small, but that incident turned out to be into a big manifestation. ഒരിക്കൽ പൗലോസ് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ഇട്ടിരിക്കുകയാണ്, ആത്മാവിന്റെ ആഴം കണ്ടുകൊണ്ട് അത് പറയുക. ദൈവത്തിന് സ്തോത്രം. And Paul was able to see the depth in Holy Spirit, and he's able to witness that foundation that was laid in Lord Jesus Christ. അത് 1 കൊരിന്ത്യർ 3:10-11 പറഞ്ഞു, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആഴം കണ്ടിട്ടാണ് പൗലോസ് പണിയുന്നത്. ദൈവത്തിന് സ്തോത്രം. In the book in 1 Corinthians, when we read there that Paul actually saw that the foundation that was laid in Lord Jesus Christ. അവിടെ എനിക്ക് ലഭിച്ച ദൈവവൃക്കത്തോടെ ഞാൻ ജ്ഞാനമുള്ള ഒരു അടിസ്ഥാനം പ്രധാന ശില്പിയായി ഇട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. According to the grace of God which is given unto me as a wise master builder, I have laid the foundation. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്ന് പൗലോസ് ഓർപ്പിക്കുക. Another buildeth thereon, but let every man take heed how he buildeth thereupon. അപ്പൊ ആത്മാവിന്റെ ആഴം കണ്ടിട്ടാണ് ഈ പൗലോസ് പണിയുന്നത്. So Paul is looking onto the depth in Holy Spirit, and he's taking over this work, this building work. അപ്പൊ ദർശനത്തിൽ ആഴം കണ്ടിട്ട് പൗലോസ് പണിയുന്ന പണികളാണ് നമുക്ക് പൗലോസിന്റെ പണികളെ കുറിച്ച് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. All the master building work that was laid forth by Paul, we can see were all done by understanding this depth in Holy Spirit. പൗലോസ് പറയുന്നത് നമ്മള് ചിന്തിക്കുന്നത് പോലുള്ള പണിയല്ല, നമ്മുടെ തലച്ചോറിലുള്ള പണിയുമല്ല, ആത്മാവിൽ ആഴത്തിൽ അടിസ്ഥാനം കണ്ടേച്ച് രക്തത്താൽ ജയം, ആ ദർശനത്തിന്മേൽ അവൻ പണിയുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. That it is not like any normal work that we would think through our rational thinking, but it is something that we witness, we see through the depth of Holy Spirit, and by that we lay down its foundation. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആഴത്തിൽ വിത്ത് ചെല്ലുന്നതും നമുക്ക് അറിയാം. വിതയ്ക്കാൻ ചെന്നപ്പോൾ പാറസ്ഥലത്ത് വീണെന്നറിയാം. ആഴത്തിൽ വീണ് അത് നല്ല ഫലം കായ്ച്ചതായിട്ട് നമ്മള് വിത്ത് വിതച്ച ഉപമയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. We know from the parable of the sower that when the seeds were sown onto a place, onto a fertile land, that and when the seeds fell onto a deep place, that is when it started to gain root and it started growing. അപ്പൊ ഇന്ന് പകൽ വിത്ത് വിതയ്ക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ ചെന്ന് വീണാൽ അവിടെ അഭിഷേകമായി മുളച്ച് അത് അടിസ്ഥാനപരമായിട്ട് ദർശനം കണ്ട് പണിയുന്ന എന്റെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. Those people who have kept their hearts ready, so that when the seeds are sown, it is sown into the depth of your heart, and it sprouts out as sprouts out like anointing, and then it lays the foundation for all the good works. ലോകത്തിന്റെ 5 വൻകരയിലും അനേക പണികൾ നടക്കുന്നുണ്ട്, ക്രിസ്തീയ പണികൾ. We know all throughout the 5 continents of the world there are several works that are carried out. അത് അവർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കനുസരണം പണി നടക്കുകയാണ്. Those works are carried out according to the grace that God has given them. എന്നാൽ ദൈവം ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത് ആഴത്തിൽ കണ്ടേച്ച് അടിസ്ഥാനത്തിന്മേൽ പണിയുകയാണ്. But here Paul reminds this work is something which has been seen through the depth in Holy Spirit, and there a foundation has been laid. അപ്പൊ യേശുക്രിസ്തുവിനെ കണ്ടേച്ച്, ആമേൻ, യേശുവിനെ അറിഞ്ഞേച്ച്, യേശുവിനെ ടച്ച് ചെയ്തിട്ട്, യേശുവിനെ അനുഭവിച്ചറിഞ്ഞിട്ട് ആ യേശുവുമായിട്ടുള്ള ബന്ധത്തിലുള്ള പണി, അങ്ങനെ പണിയുന്ന ആ അനുഭവത്തിലുള്ള അത് ഒരു വളരെ ശ്രേഷ്ഠകരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
Through this, we understand that if a person is able to know Lord Jesus Christ in depth, if he's able to share a deeper relationship with God, if he's able to increase his knowledge, his wisdom that he has concerning Lord Jesus, then the work that is being produced from there will definitely bear much more fruit. നമ്മൾ ഏത് കാര്യം ചെയ്തെടുക്കണമെങ്കിലും അടിസ്ഥാനം ആമേൻ ദൈവത്തിന് ഇഷ്ടം. നമ്മുടെ അടിസ്ഥാനം നന്നായിട്ട് ദൈവമക്കൾ ശ്രദ്ധിക്കുന്നത് കേൾക്കുക. നമ്മുടെ ഏത് പ്രാർത്ഥനാ വിഷയമാണെങ്കിലും ഡിലേ ആകുന്നതിന് പകരം നമ്മുടെ അടിസ്ഥാനം നന്നായിട്ട് പണിതിട്ട് അതിന്റെ മീതെ പണിയാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്റെ ഹൃദയത്തിൽ പറയുന്നതിൽ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. And Holy Spirit today wants to reveal to you that whatever you are praying for, whatever you have been praying for, if you lay your foundations very clear, if you let your foundation stand firm, then whatever you pray for over it, it shall surely bear a fruit. ആമേൻ. നമ്മളൊരു വീട് പണിഞ്ഞാൽ തന്നെ ഏതാണെങ്കിലും അതിന്റെ അടിസ്ഥാനം നല്ല അനുഭവത്തിൽ പണിയുന്നത് പോലെ ദിവസങ്ങളിൽ കർത്താവേ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ഉപവാസങ്ങൾ, ദൈവത്തോടുള്ള അടുപ്പം, ഇതെല്ലാം ദൈവം നമ്മളെ നോക്കുമ്പോൾ അടിസ്ഥാനങ്ങളിൽ ആ അനുഭവത്തിലൂടെ പണിയുമ്പോൾ അതൊരു വലിയ ബലമായി മാറും. ദൈവത്തിന് സ്തോത്രം. Just as for a house to be strong, its foundation has to be strong. Similarly, when we pray, when we fast, when we share a deeper relationship with God, that forms as a foundation to our spiritual life. And when we build upon that, we shall surely receive the deliverance through it. അങ്ങനെ അടിസ്ഥാനം നല്ലതായിട്ട് ഇടുന്നത് മുകളിലോട്ട് അതിന്റെ പണി പോകുമ്പോൾ ഭയങ്കരമായിരിക്കും. ഞാൻ കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. When you stronger spiritual foundation, and when you build upon it day after day, then surely it shall build into a very beautiful building or a very beautiful structure. അപ്പൊ അടിസ്ഥാനം പറഞ്ഞെങ്കിൽ ആഴം ഒത്തിരി കുഴിച്ചിട്ട് വേണം പാറ ഇടാൻ. അപ്പൊ ആഴം ഒത്തിരി കുഴിച്ചെങ്കിലേ അടിസ്ഥാനം അതനുസരിച്ച് മേലോട്ട് വെക്കാൻ പറ്റുള്ളൂ. So if you have built a stronger foundation, you have to dig deeper and deeper, and then you have to lay a stronger foundation. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. നല്ല ഒരു അടിസ്ഥാനത്തിന്മേൽ ദൈവം തന്ന ദർശനത്തിൽ ദൈവജനത്തെ ദൈവം ഒരുക്കിയെടുക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് praise God that God is preparing his people according to the vision that he has given individually to each person. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ഇവിടെ പറയുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ് വരേണ്ടത്. അതെങ്ങനെയാണ്? ജാതികൾക്ക്, യഹൂദരല്ലാത്തവരെല്ലാം ജെന്റൈൽസ് ജാതികളാണെന്നാണ്. യഹൂദൻ ജാതി, യവനൻ ജാതി, മൂന്നായിട്ടാണ് വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം. And we know that in the verse that we read initially, the blessing that Jewish people have, that blessing we have to receive. We who are Gentiles, we have to receive it. Praise the Lord. അപ്പോൾ ആമീൻ നമുക്ക് ഈ അനുഗ്രഹം വന്നത് ആമീൻ യേശു ക്രിസ്തു മുഖാന്തരം, യേശു ക്രിസ്തുവിലൂടെയാണ് ഈ അനുഗ്രഹം വന്നത്. And we have received this blessing through Lord Jesus Christ. ഈ നമ്മള് ആമീൻ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കുക. Galatians chapter 3 verse 16. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു. ആമേൻ. അപ്പോൾ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് പറയുന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. Praise the Lord. And here we read, God gave the promises to Abraham and his child, and notice that the scripture doesn't say to his children as if it meant to many descendants. Rather, it says to his child, and that of course means Christ. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനുള്ളവരാണ് അബ്രഹാമിന്റെ സന്തതികൾ എന്ന് കാണും. ദൈവത്തിന് സ്തോത്രം. And when we read verse 29, we understand that those who are in Christ Jesus, they are descendants of Abraham. അപ്പൊ നമ്മൾ ആരാണ്? ക്രിസ്തുവിനുള്ളവരായി തീർന്നാൽ നമ്മൾ അബ്രഹാമിന്റെ സന്തതികളാണ്. So we understand that if we belong to Christ, we are the true descendants of Abraham. അപ്പോ യേശുക്രിസ്തുവിന്റെ മക്കളായി, യേശുക്രിസ്തുവിലൂടെ അബ്രഹാമിന്റെ മക്കളായി നമ്മൾ മാറുകയാണ്. ദൈവത്തിന്റെ മക്കൾ. So through Lord Jesus Christ, we are becoming descendants of Abraham. എങ്ങനെയാണ് നമ്മൾ ആ യേശുക്രിസ്തുവിലൂടെ അബ്രഹാമിന്റെ മക്കളാകുന്നത്? അത് ക്രിസ്തുവിനുള്ളവരായി തീരുമ്പോൾ, യേശുവിനെ നമ്മൾ അംഗീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിലൂടെ അബ്രഹാമിന്റെ മക്കളാകുക. So when we receive Lord Jesus into our heart, when we belong to Lord Jesus, we automatically become Abraham's descendants. ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ സന്തതി എന്നൊരു പദം ഈ ബൈബിളിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. And here we read a word which says Abraham's descendants.
വിശുദ്ധ തിരുവെഴുത്തിൽ ആമേൻ ഹല്ലേലൂയ നമ്മൾ വായിക്കുന്നത് സന്തതി എന്ന് ആദ്യം കാണുന്നത് ആദ്യത്തെ ഫോട്ടോ ഇവാഞ്ചലിസം, ആദ്യത്തെ സുവിശേഷം ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് കാണും. ദൈവത്തിന് ഇഷ്ടം. And this word seed we first see in the book of Genesis, where we read chapter 3 verse 15, where we read that the seed of the woman shall bruise the seed of the serpent. ആമേൻ. അങ്ങനെ സന്തതി എന്ന് പറയുന്ന സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ദൈവത്തിന് സ്തോത്രം. And there it's a promise that says that the seed of the woman shall bruise the head of the serpent. ആമേൻ. ഇത് ലോകത്തിൽ മനുഷ്യൻ ദൈവം തെറ്റിപ്പോയ മനുഷ്യന് ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ്, സന്തതി വന്ന് സർപ്പത്തിന്റെ തലയെ തകർക്കും. This is a promise that God promised to Adam, that the seed of the woman shall bruise the head of the serpent. പക്ഷെ ഏത് സ്ത്രീയുടെ സന്തതി എന്ന് ദൈവം പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. Here God did not mention who is that woman. ഏത് സമയത്ത് ഇത് നടക്കുമെന്ന് ദൈവം പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. Here at what time it shall be fulfilled. ദൈവത്തിന് സ്തോത്രം. ആദിമ നൂറ്റാണ്ട് മുതൽ ആമീൻ സ്തോത്രം ആമീൻ വിശുദ്ധന്മാർ നോക്കിയിരുന്നു. ഹാബേലിലൂടെ കയീനിലൂടെ ഒക്കെ നോക്കിയിരുന്നു. ഒരു സന്തതി വരും തകർക്കുമെന്ന് അവർ നോക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. The Old Testament saints, they were looking right from the initial right from Cain and Abel, that they were watching for that seed who was going to break or bruise the head of the serpent. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നോക്കുക, അബ്രഹാമിലൂടെ ഒരു സന്തതി വരാൻ വളരെ ആമേൻ കാത്തിരിക്കേണ്ടി അബ്രഹാമിന് വന്നു. ദൈവത്തിന് സ്തോത്രം. So Abraham himself had to wait for a long time to receive blessing. ഇസാക്കിലൂടെ റബേക്കയിലൂടെ ഒരു സന്തതി ലഭിക്കാൻ വളരെ കാലം കാത്തിരിക്കേണ്ടി വന്നു. ദൈവത്തിന് We know സ്തോത്രം. that Isaac himself had to wait to receive a child. യാക്കോബിന് റാഹേലിലൂടെ സന്തതി ഉണ്ടാകുവാൻ വളരെ കാത്തിരിക്കേണ്ടി വന്നു. ദൈവത്തിന് And സ്തോത്രം. Jacob himself had to wait for a long time to receive a child. അപ്പൊ ഈ ഭക്തരായ സ്ത്രീകളെല്ലാം ഇവരെല്ലാം ഭക്തരായ സ്ത്രീകളായിരുന്നു. പക്ഷേ ആമീൻ അല്പസമയമൊക്കെ കാത്തിരിക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. But we know that they were all saints of God, but they had to wait for a particular time to receive their blessing. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം ആമീൻ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. That is why in the verse that we read initially, it says that through Lord Jesus we have received the blessing of Abraham. അല്പ ദൈവ വചനത്തിന്റെ ആഴം ഇന്ന് പകൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. Today we would like to discuss a few things in detail. എങ്ങനെയാണ് അബ്രഹാമിന്റെ അനുഗ്രഹം ആമേൻ ജാതികളിലേക്ക് യഹൂദന്റെ അനുഗ്രഹം നമുക്ക് വന്നത്? ദൈവത്തിന് How സ്തോത്രം. did we receive that blessing that was once bestowed only upon Jewish? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. And let's read Genesis chapter 15. ഇവിടെ 15:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ദൈവത്തിന് മഹത്വം. സ്തോത്രം. And when we read from verse 8 to 10, അബ്രഹാമിന്റെ ദൈവം ഒരു നിയമം കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. and here God is making a covenant with Abraham. ഇവിടെ അബ്രഹാമിനോട് അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവായ യഹോവേ, ഞാന് അതിനെ അവകാശമാക്കുമെന്നുള്ളതിന് എനിക്ക് എന്തൊന്നിനാൽ അറിയാമെന്ന് അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്. ദൈവത്തിന് And Abraham is asking Lord a question that, oh sovereign Lord, how can I be sure that I will actually possess it? എന്ന് പറഞ്ഞാൽ അബ്രഹാം ചോദിച്ച ചോദ്യം 15:1 മുതൽ 8 വരെ ഉണ്ട്. നീ എനിക്കൊരു സന്തതിയെ തരുമെന്ന് പറഞ്ഞല്ലോ. ആ സന്തതിയെ ഞാന് അവകാശമാക്കുമെന്നത് എന്തോന്നിനാൽ അറിയും എന്നൊരു ചോദ്യം അങ്ങോട്ട് ദൈവത്തോട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. We know that in chapter 15 from verse 1 to 7, Lord promised Abraham that he is going to bless him with a child. But then Abraham asked in verse 8, Abraham asked a question in return that, Lord, how will I know that you shall surely bless me likewise? അപ്പോൾ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. അത് വിശ്വസിക്കുന്ന കാര്യങ്ങൾ എടുത്ത് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. You believe that our Lord will not change what he has said, just lift your hands and praise God. അത് ഉറപ്പുള്ള ദൈവമക്കൾ വിശ്വാസത്താൽ വാഗ്ദത്ത വിഷയം പ്രാപിച്ചതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. And lift your hands and praise God in faith that you have received it. ഇവിടെ പറയാണ്, എന്തോന്നിനാൽ അത് തരുമെന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്.
asked that he asked God a question that how will I know that you shall bless me? അപ്പൊ മനുഷ്യനും അബ്രഹാമും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. So this chapter, when we read, we understand it's a conversation between Abraham and God. ഇവിടെ ദൈവം ഇറങ്ങി വരികയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് സാധാരണ എല്ലാരും പറയുമ്പോൾ അവിടുത്തെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അബ്രഹാം യാഗം കഴിച്ചു. എന്റെ ചെറുപ്പത്തിൽ ഞാൻ എന്റെ മുമ്പിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൊച്ചു പിള്ളേർ ഒത്തിരി പേരുണ്ട്. അവരുടെയൊക്കെ പ്രായത്തില് അനേക ദൈവദാസന്മാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അബ്രഹാം യാഗം കഴിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിക്കണ അബ്രഹാം യാഗം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇരുന്നുകൊണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സ്തോത്രം. And during childhood, when we read Genesis chapter 15, we were being taught that this is a chapter that deals with the sacrifice that Abraham made onto the altar to Lord God. അതാ വാസ്തവത്തിൽ അത് യാഗമല്ല. യാഗമെന്ന് പറഞ്ഞാൽ മൃഗത്തിന്റെ തലയെ പിരിച്ചു കളഞ്ഞ് അതിന്റെ കുളമ്പ് വെട്ടി അതിന്റെ കണ്ണ് വെട്ടി അതിന്റെ ചെവി വെട്ടി അതിന്റെ തൊലി ഉരിച്ചു കളഞ്ഞ് ഖണ്ഡമായി മുറിച്ച യാഗപീഠത്തിൽ കൊണ്ട് വെക്കുന്നതാണ് യാഗം കഴിക്കുക എന്ന് പറയുന്നത്. Truly, in true sense, when we say that when an animal has to be sacrificed to Lord God on the altar, then in that case the skin of the animal has to be removed, the claw has to be removed, and the eyes and all the organs have to be removed, and the pure meat has to be cut into pieces and has to be offered onto the altar. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ യാഗമല്ല. ദൈവമക്കൾ ശരിക്കും അതിന്റെ ട്രാൻസ്ലേഷൻ പഠിച്ചാൽ ദൈവമായിട്ടുള്ള ഒരു കവനന്റ് ആണ്, ഒരു ഉടമ്പടിയാണ്. ദൈവത്തിന് സ്തോത്രം. We read it in all sense. Chapter 15 does not deal with the sacrifice and an ordinary sacrifice that is being made, but it deals with the covenant that Lord made with Abraham. ഇന്ന് പകൽ അനുഗ്രഹം വിശ്വാസത്താൽ വാഗ്ദത്ത വിഷയം പ്രാപിക്കുന്ന എന്റെ മുമ്പിലായിരിക്കുന്ന ദൈവത്തിന്റെ വൈതല് ദൈവ കൃപയാണോ, ദൈവം പറഞ്ഞ ആലോചനയാണോ നിനക്ക് പ്രാപിച്ചെടുക്കേണ്ടത്? നീയും ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ ബന്ധത്തിലാണ്. Promise to you, if you want to receive it today, then you have to have a covenant between yourself and Lord. Praise the Lord. Hallelujah. ഒരു യാഗം അങ്ങോട്ട് നടത്തിയാൽ യാഗം ധാരാളമുണ്ട്, അത് ദൈവം പ്രസാദിക്കുന്നതാണ്. പക്ഷേ ഇവിടെ പറഞ്ഞ വാഗ്ദത്തം ഉടമ്പടിയുടെ മേൽ ലഭിക്കുന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. There are several sacrifices that are being made in the Old Testament to Lord God, but here what it says is not about the sacrifice, but here's a covenant that has been made between Lord and Abraham. വേദപുസ്തകത്തിൽ ഒത്തിരി ഉടമ്പടി ഉണ്ട്. പെട്ടെന്ന് ഞാൻ ഒരു വാക്കിൽ അങ്ങ് പറഞ്ഞു വിടാം. There are several covenants that are mentioned in the word of God. ഒന്നാമത്തെ ഉടമ്പടി ആദാമ്യ ഉടമ്പടിയാണ്. And the first one was the covenant that was made with Adam. അതാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞ് യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ വന്ന് കൈക്ക് പിടിച്ച് ഉഭയസമ്മതം ചെയ്ത ഒന്നാമത്തെ ആദാമ്യ ഉടമ്പടി. And the first covenant that wherein Lord said to Abraham that it is not good for man to be alone, and then he made Eve, and then God made Adam and Eve to be together. അടുത്ത ഉടമ്പടിയാണ് നോഹയുടെ ഉടമ്പടി. മഴവില്ല് കാണിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ ഭൂമിയെ വെള്ളത്താൽ നശിപ്പിക്കുകയില്ലെന്ന് നോഹയോട് ദൈവം ഉടമ്പടി ചെയ്തു. അത് നോഹയുടെ ഉടമ്പടിയാണ്. Second covenant is the one that was given to Noah, and we know that God showed a rainbow and made a covenant with Noah that God will not destroy the world with rain anymore. അപ്പൊ ഉടമ്പടിയും യാഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. So there's a difference between covenant and sacrifice. മൂന്നാമത്തെ ഉടമ്പടിയാണ് അബ്രഹാമ്യ ഉടമ്പടി എന്ന് പറയുന്നത്. വാഗ്ദത്ത സന്തതിക്ക് വേണ്ടിയുള്ള ഉടമ്പടിയാണ് മൂന്നാമത്തെ അബ്രഹാമ്യ ഉടമ്പടി. Third covenant that we read here is a covenant made to receive the promised son. അടുത്ത ഉടമ്പടിയാണ് ദാവീദിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി. നിന്റെ സന്തതി സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ദൈവം സത്യം ചെയ്തു. ദാവീദിന്റെ വംശത്തിൽ യേശുക്രിസ്തു വരുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്തു. അത് ദൈവം അംഗീകരിച്ച ഒരു ഉടമ്പടിയാണ് ദാവീദിയ ഉടമ്പടി. And the fourth covenant made with David, where Lord promised David that his descendants shall sit on the throne, and through his descendants, through his line of generation, will the Messiah come into the world, and Lord fulfill that promise. ഇതൊരു വലിയ ടോപ്പിക്കാണ് ഉടമ്പടി. ഞാൻ അത്രയും ഉണ്ടെന്ന് പറഞ്ഞ് കേവലം ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാൻ ഇത്രയും പറഞ്ഞു വന്നപ്പോ പറഞ്ഞ് അത് അവിടെ നിർത്തുക. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Things if we want to really learn about covenant. എടുത്ത വേദഭാഗത്തിലെ ഉടമ്പടിയെ കുറിച്ച് ചില മിനിറ്റുകളിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. And we discuss based on the verse that we read from Genesis chapter 15.
എന്താണ് ഉടമ്പടി എന്നറിയാമോ? നീ ഒരു അവിടെ എഴുതിയിരിക്കുന്നത് പ്രാവിനെയും കോലാട്ടുകൊറ്റനെയും ആട്ടിൻകുട്ടിയെയും കൊണ്ടുവന്നിട്ട് നീ ഇതിനെ ഒത്ത നടുവേ പിളർക്കണമെന്നാണ് ദൈവം അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. And here Lord asked Abraham to bring a 3-year-old heifer, a 3-year-old female goat, and a 3-year-old ram, a turtle dove, and a young pigeon, and to cut them down in the middle. കണ്ടോ, ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 10-ാം വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം 15:10 ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇവയൊക്കെയും കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർക്കുക എന്നുള്ളതാണ്. And in verse 10, when we read, so Abraham presented all of these to him and killed them. Then he cut each animal down in the middle and laid the half side by side. എന്ന് പറഞ്ഞാൽ കുറുപ്രാവിനെയും കൊലാട്ടുകൊറ്റനെയും ഇതിനെയെല്ലാം നേരെ രണ്ടായിട്ട് അങ്ങ് പിളർക്കുക. So which means all the animals that Lord instructed him to bring, he had cut all the animals right in the middle. എന്നിട്ട് ഈ ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഈ പിളർന്ന മൃഗത്തിന്റെ നടുവിലൂടെ കടന്നു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. The one who made the covenant, that is Lord God himself, he would pass through the middle of this animal. ആമേൻ. ഇത് ദൈവമക്കൾ ശ്രദ്ധിക്കുക. ഒരു മൃഗത്തെ കൊണ്ടുവരിക, അതിനെ രണ്ടായി പിളർന്നു വെച്ചിട്ട് ആ വ്യക്തി അപ്പുറത്തെ കടന്നു പോവുകയാണ്. അതിന്റെ നടുവിലൂടെ കടന്നു പോകുന്നതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. Covenant that was made, it was the animals that were as instructed were brought, they were cut into half. The two halves were kept facing each other, and the one who made the covenant, that is Lord himself, passed through the middle of these animals. വളരെ ശ്രദ്ധിക്കുന്നവർക്ക് ഇതിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക് വരാൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Understand the deeper spiritual meaning of this. ഇവിടെ ഇപ്പൊ രണ്ടുപേരാണ് ഉടമ്പടിയിൽ നിൽക്കുന്നത്. ഒന്ന് അബ്രഹാമും മറ്റ് യഹോവയായ ദൈവവുമാണ്. The two people who are making covenant here is one is Abraham and one is Lord God himself. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ കാണുന്ന ഉടമ്പടിയിൽ ഒരു മൃഗത്തെ പിളർന്നിട്ട് അതിന്റെ അങ്ങേ അറ്റത്ത് അബ്രഹാമും ഇങ്ങേ അറ്റത്ത് യഹോവയായ ദൈവം നിൽക്കുകയാണ്. സ്തോത്രം. And we know the animals were cut into half, and on one side Abraham was standing, and on the other side, on the other half, God was standing. നോക്കുക, അബ്രഹാമിനോടുള്ള വാഗ്ദത്തം നിറവേറ്റാൻ ഒരു ഭാഗത്ത് മൃഗത്തെ പിളർന്നു വെച്ചിട്ട് ആ മൃഗത്തിന്റെ ഒരു ഭാഗത്തെ യഹോവയായ ദൈവം മറുഭാഗത്ത് അബ്രഹാമിനെ വിളിച്ചവിടെ നിർത്തിയിരിക്കുക. The animals were cut into half, and on one side Abraham was made to stand, and on the other side God himself was standing. ഇവിടെ മൃഗത്തെ കണ്ണമായിട്ട് മുറിക്കുകയോ ഒന്നുമല്ല, നേരെ പിളർന്നിട്ട് ആ രണ്ട് പാർട്ടായിട്ട് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേർ നിൽക്കുക. We know that animals were not cut into pieces, but they were directly cut from the middle into two halves, and on one side Abraham was standing, and on the other side God himself was standing. എന്നിട്ട് യഹോവയായ ദൈവം ആ ഉടമ്പടിക്ക് വരുന്ന വ്യക്തിയോട് പറയുന്ന മറുപടിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. Further we understand what Lord said to Abraham. ഞാൻ നിന്നോട് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ഞാൻ നിനക്ക് ചെയ്തു തന്നെ തരും. And what I have promised you, I shall surely do it. എന്നാൽ നീ ഉടമ്പടിയെ തെറ്റിക്കാൻ പാടില്ല. ഞാനും എന്റെ വാക്ക് തെറ്റിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. And told Abraham that you should not fall short of what you have promised, and I will not fall short of what I have promised. ഇവിടെ ദൈവമക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശ്രദ്ധിക്കണം. ദൈവം പറയാണ്, ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് മാറുകയില്ല, നീ പറഞ്ഞ വാക്കിൽ നിന്ന് നീയും മാറരുത്. ദൈവത്തിന് സ്തോത്രം. Says that I will be faithful to what I have promised, but you also have to be faithful to what you have promised. മാറിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ മൃഗത്തോട് ദൈവം പറയാണ്, ഞാൻ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയാണ്, ശ്രദ്ധിക്കണം, അബ്രഹാമിനോട് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്നത് ഞാൻ ചെയ്തു തരും. ഞാൻ അത് പ്രവർത്തിക്കാതിരുന്നാൽ ഈ മൃഗത്തെ പിളർന്നതുപോലെ യഹോവയായ ദൈവത്തെ പറയാണ്, എന്നെ നിനക്ക് പിളർക്കാമെന്നാണ് ദൈവം അവിടെ പറയുന്നത്. സ്തോത്രം. Says that if I do not fulfill what I've promised to you, then just as how this animal that lays in front of you is being cut into half, you can cut me into half. എത്ര പേർക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴം മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. Praise the Lord. And grasp the deeper meaning of the word of God. തിരിച്ചു പറയാണ്, നീ അബ്രഹാമിനോട് പറയാ, നീ ഉടമ്പടി തെറ്റിച്ചാൽ ഞാൻ ഈ മൃഗത്തെ പിളർന്നതുപോലെ എനിക്ക് നിന്നോട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഈ മൃഗത്തെ പിളർന്നതിന്റെ ഉടമ്പടി. സ്തോത്രം.
says that if you are unfaithful to what you have promised, that I also have the right to cut you into half, just as how this animal has been cut into half. ഇന്ന് പകൽ നമ്മൾ കൃപയിലേക്ക് വന്നത്, രക്ഷയിലേക്ക് വന്നത് എല്ലാം ഒരു ഉടമ്പടിയുടെ പുറത്താണ് വന്നത്. We have salvation based on a covenant. പ്രൈസ് ദി ലോർഡ്. ഇനി എന്ത് തരാന്ന് പറഞ്ഞാലും പഴയ സമുദായത്തിലേക്ക്, പഴയ അനുഭവത്തിലേക്ക് നമ്മളെ കിട്ടുകയില്ല. കാരണം നമ്മൾ കർത്താവുമായി ഒരു ഉടമ്പടി ചെയ്തവരാണ്. ദൈവത്തിന് സ്തോത്രം. People offer, we shall never go into that nominal Christian life because we have made a covenant with our Lord. ഇവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സാധനം ചുരുക്കി പറയുകയാണ്. ആമീൻ. നിനക്ക് ഞാൻ പറഞ്ഞത് ചെയ്തു തരും. ആമീൻ. നീ മൃഗത്തെ പിളർക്കുമ്പോൾ ഞാൻ ഇതിന്റെ നടുവിലൂടെ കടന്നു പോകും. നീ പറഞ്ഞത് ഞാൻ നിനക്ക് ചെയ്തു തരും. പക്ഷേ നീ ഉടമ്പടി തെറ്റിച്ചാൽ എനിക്ക് നിന്നോട് അതുപോലെ ചെയ്യാൻ, ഈ മൃഗത്തെ പിളർന്നതുപോലെ പിളർക്കാൻ എനിക്ക് നിന്റെ മേൽ റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. And here Lord says that I will fulfill what I have promised to you, or else you can do what has been done to this animal to me. But at the same way, you also have to be faithful to what you have promised, or else I can do the same thing what has been done to this animal. എന്നാൽ പിൽക്കാലത്ത് ദൈവത്തിന്റെ സ്തോത്രം നമുക്കറിയാം. അബ്രഹാമിന്റെ സന്തതിയായ യഹൂദൻ ആമീൻ ദൈവത്തിന്റെ ഉടമ്പടിയെ തെറ്റിച്ചു ലോകം മുഴുവനും ചിതറിപ്പോയതായിട്ട് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് Jewish people who are the descendants of Abraham, they fall short of God's glory, and we know that they have been scattered all throughout the world today. ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യഹൂദൻ ചിതറിപ്പോയി. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകുമെന്ന് പൗലോസ് ആ മർമ്മം ഓർപ്പിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ മരിച്ചവരുടെ അംഗീകാരമല്ലാതെ എന്തായി തീരുമെന്ന് പൗലോസ് ഓർപ്പിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യഹൂദൻ ലോകം മുഴുവനും ചിതറിപ്പോവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. And we know Jewish people, they were scattered all throughout the world. പ്രൈസ് ദി ലോർഡ്. യഹൂദൻ അബ്രഹാമിന്റെ സന്തതി ഉടമ്പടി തെറ്റിച്ചു. We know that Jewish people who were Abraham's descendants, they were not able to keep the covenant. ഇന്ന് പകൽ എന്റെ വചനം കേട്ട ദൈവമക്കൾ പറയണം, ഉടമ്പടി തെറ്റിച്ചാൽ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? ഈ മൃഗത്തെ പിളർക്കുന്നത് പോലെ നിന്റെ സന്തതിയെ ഞാൻ ഇതുപോലെ പിളർക്കുമെന്നാണ് ദൈവം ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത്. Through this covenant, Lord says that if you do not fulfill what you have promised, then I will cut you like how this animal has been cut. ദൈവമക്കൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. യഹൂദൻ ദൈവത്തിൽ നിന്ന്, ലോകത്തിൽ യഹൂദൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, തെറ്റിപ്പോയി. എന്നാൽ പ്രൈസ് ദി ലോർഡ്, അബ്രഹാമിനെ ദൈവം ഓർത്തു, ദൈവം നോക്കി. ഉടമ്പടി പ്രകാരം ദൈവം അബ്രഹാമിനെ, അവന്റെ സന്തതിയെ കീറിക്കളയേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. We know that according to this covenant, Jews who are Abraham's descendants, they have been scattered all throughout the world, and they were not able to fulfill the covenant. But according to the covenant, Lord has to cut them into half. But God remembered Abraham, and He did not do so. എന്നാൽ കീറാൻ അടുത്തു വന്ന സമയമായപ്പോൾ ദൈവം നോക്കി. അബ്രഹാമിനെ കുറിച്ച് പല ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്ന വാക്കെടുത്ത് വായിക്കാൻ ഞാൻ ഓർപ്പിക്കുന്നില്ല, സമയം പോവും. അവൻ എന്റെ സ്നേഹിതനാണ്, അവൻ എന്റെ ഫ്രണ്ടാണ്. എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി, അവൻ എന്റെ സ്നേഹിതനാണ്. അതുകൊണ്ട് സ്നേഹിതന്റെ ആ സ്നേഹം ഓർത്തപ്പോൾ അവനെ കീറാൻ ദൈവത്തിന് മനസ്സ് തോന്നിയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Anchored by the actions of Israelites, by the actions of the Jewish people, he remembered, he thought of Abraham, and he also mentions about Abraham being God's friend. And when he remembered about Abraham, he was not able to do so to the Jewish people. നമ്മൾ അടുത്ത സ്നേഹിതർ, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, വളരെ അടുത്ത സ്നേഹിതരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. With someone, we might not be able to deal with them harshly. നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നിടത്തും ജോലിയിൽ നിങ്ങൾക്കൊക്കെ വളരെ നല്ല സ്നേഹിതരുണ്ട്. അടുത്ത സ്നേഹിതരോട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും. കാരണം സ്നേഹിതനാകൊണ്ട് ചെയ്യാൻ കഴിയില്ല. We know that in our workplace or wherever we are, when we have close friends, we might not be able to deal with them harshly. പക്ഷേ ഉടമ്പടി, ദൈവം വിശുദ്ധനാണ്, ദൈവം സത്യവാനാണ്, ദൈവം യഥാവാനാണ്. ദൈവം വാക്കുകളിൽ മാറാത്തവനാണ്. ദൈവത്തിന് മാറിക്കൂടാ. ദൈവത്തിന് സ്തോത്രം.
But we know that God is righteous, he is true, and he will not he will fulfill the covenant that he has promised. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. അതിന് പകരം ഹല്ലേലൂയ ഒരാളെ കീറിയേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. But know that because he has made that covenant has to be fulfilled, so he has to find a person who can be cut into half or who can be torn. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വചനം ഞാൻ വായിക്കാം. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. 129 സങ്കീർത്തനത്തിലേക്ക് വരാം. അതിന്റെ 3-4 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. 129 verse 4 അന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഉഴവുകാരുടെ മുതുകിന്മേൽ എഴുതു, ഉഴവുകളെ അവർ നീളത്തിൽ കീറി. യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്ത് കളഞ്ഞിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉഴവുകാർ, ആ വാക്യം ഒന്ന് ആമേൻ സ്തോത്രം, അതൊന്ന് ആ വാക്യം ഒന്ന് ഇടാം. ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകൾ അവര് നീളത്തിൽ കീറി എന്ന് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Verse 3 we read, my back is covered with cuts as if a farmer had plowed long furrows. നോക്കുക, സ്നേഹിതനെ കീറാൻ ദൈവം മടിച്ചപ്പോൾ ഇതിന് പകരം ഒരാളെ കീറിയെങ്കിലേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. Lord spared his friend Abraham from suffering that, but then instead of that he had to take someone who had to go through this. അപ്പോഴാണ് തന്റെ പ്രിയ മകൻ ഓമനപുത്രനെ, സ്വർഗത്തിലിരുന്ന ഓമനപുത്രനെ എനിക്ക് നിനക്ക് വേണ്ടി കാൽവറി ഉഴവുചാല് പോലെ അവൻ കീറി. ദൈവത്തിന് സ്തോത്രം. Only begotten son for you and me, so that he could die on that cross. അബ്രഹാമിന്റെ സന്തതി, ആ സന്തതിയിലൂടെ വിശ്വാസത്തിൽ വന്ന ദൈവമക്കളാകുന്ന നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ, വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ, അവനെ സ്നേഹിതനെ സഹായിക്കാൻ വേണ്ടി സ്വന്തം മോനെ കീറി. ദൈവത്തിന് സ്തോത്രം. His friend, to help his friend Abraham, God decided to send his only begotten son and let him die on the cross. ഒന്നിൽ അബ്രഹാമിനെ കീറണം, അല്ലെങ്കിൽ അതിന് പകരം ഒരാളെ കീറിയൊക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. Was made, either he has to tear down Abraham, or else he has to appoint someone else, take someone else who can face the similar consequences. ദൈവം ഒരിക്കലും തന്റെ വിശുദ്ധിയിൽ നിന്ന് മാറുകയില്ല. പാപത്തിന് ദൈവം കണ്ണടക്കുകയില്ല. ദൈവം തന്റെ സത്യത്തിൽ നിന്ന് മാറുകയില്ല. ദൈവം അതിന് പകരം തന്റെ കുമാരനെ കാൽവറിയിൽ കീറി, അവന്റെ ഉഴവുചാലുകളെ കീറി. സ്തോത്രം. True, because the covenant has been made, he cannot withdraw himself from that, and that is why he sent his only begotten son, and he allowed his back to be cut, and let him suffer that terrible death. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് പകൽ നമ്മൾ വിശുദ്ധിയിൽ കർത്താവിനെ ആത്മാവിൽ സത്യത്തിലും ഭവനങ്ങളിൽ നിന്ന് ആരാധിക്കും. നമുക്ക് വേണ്ടി കീറപ്പെട്ട, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം തുറന്ന, നമുക്ക് വേണ്ടി യാഗമായി തീർന്നവന്റെ മുൻപിലാണ് ഇന്ന് പകൽ നമ്മൾ ഭവനങ്ങളിൽ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. House in spirit and truth, we are worshiping in front of that God, in front of that Lord Jesus who was given onto the cross to suffer the terrible death for you and me. ഇന്ന് പകൽ ആ ഉഴവുചാല് പോലെ കീറിയത് കൊണ്ട്, ആ കീറിയതിനകത്തൂടെ എനിക്ക് നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം, അബ്രഹാമിന്റെ അനുഗ്രഹം, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിന്മേൽ ആ അനുഗ്രഹം, ആ കീറിയ ചാലിലൂടെ നിനക്കിതാ ഒരു അനുഗ്രഹം ഇന്ന് പകൽ അവൻ തന്നിരിക്കുക. Because his back was cut as though the farmer plows long furrows, because his back was cut similarly, we have received blessing through him. We have received that blessing that was once given to the Jewish people. We have that promise, Holy Spirit, through him. ഇന്ന് പകൽ വിടുതലില്ലാത്ത വാഗ്ദത്ത വിഷയങ്ങൾ, ഹല്ലേലൂയ, ദൈവം അരുളി ചെയ്ത വിടുതലില്ലാതെ ഡിലേ ആയി കിടക്കുന്നത്, കീറിയ ഉഴവുചാലിലൂടെ നിനക്കൊരു വിടുതൽ വരുന്ന നാളുകൾ നിന്റെ മുൻപിലുണ്ട്. In the coming days, God says that whatever you're praying for, whatever promises of God you have been holding on to, which are delayed for some reason, God is going to give that, fulfill that in your life through those cuts that he had to bear on the Calvary cross. യഹൂദനും അവന്റെ സന്തതിയും ലോകം അവിശ്വസ്തത കാണിച്ചപ്പോൾ സ്വന്തം പുത്രനിലൂടെ, ആ ഉഴവുചാലിലൂടെ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു ബ്ലെസ്സിങ്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു പുതുവഴി. ഈ ദിവസങ്ങളിൽ നിന്നെ ജയിക്കുവാൻ, നിനക്ക് ജയം തരുവാൻ, നിന്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ, അബ്രഹാമിന്റെ വാഗ്ദത്തം വിശ്വാസത്താൽ പ്രാപിച്ചെടുപ്പാൻ ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ഒരു പുതുവഴി അവൻ തുറന്നു വെച്ചിരിക്കുക. Be
fulfilled, for you to receive the blessing that was bestowed through Abraham, God is going to open new ways for you so that you're promised, so that you shall receive that blessing. എന്നാൽ ആമേ ശത്രു പോരാടും. അതാ 129 സങ്കീർത്തനം പറയുന്നത്, ബാല്യം മുതൽ അവരെന്നെ ഉപദ്രവിച്ചു, എന്നാൽ അവരെന്നെ ജയിച്ചില്ല. ഇന്ന് പകൽക്കാലം ശത്രു എത്ര ഉപദ്രവിച്ചാലും ജയവീരനായ കർത്താവ് ഉള്ളതിനാൽ ശത്രുവിനെ ജയിപ്പാൻ കഴിയയില്ല. നിനക്ക് വേണ്ടി കീറപ്പെട്ട, നിനക്ക് വേണ്ടി വിടുതൽ തരുന്ന ഒരു കരം ഇന്ന് പകൽക്കാലം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. And when you try to do that, when you try to yearn for it, there is a devil who will try to stop you by all means, but there is a God who's able to give you victory over it. ഓ രാമന, നീ കൃപയിൽ വന്ന കാലം മുതൽ, നീ ആത്മാവിൽ സ്റ്റെപ്പ് എടുത്ത കാലം മുതൽ നിന്നെ ഉപദ്രവിക്കുന്ന അന്ധകാര ശക്തി ഉപദ്രവിച്ചാലും ജയിക്കുകയില്ല. ജയവീരനായ കർത്താവ് കാൽവറിയിൽ നിനക്ക് വേണ്ടി ഒരു പുതുവഴി ഇന്ന് പകൽ തുറന്നിരിക്കുക. And that devil who is trying to torment you right from the time you have been stepped into this faith, but that devil will not succeed you. He will not gain victory over you, because God himself shall give you victory over him. പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചത്, ആമേൻ, ഉപദ്രവിച്ചെങ്കിലും ജയിച്ചില്ല. ആമേൻ, ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ദുഃഖിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ശത്രു ജയിക്കുകയില്ല. നിനക്കൊരു ജയജീവിതം തരാൻ ഇന്ന് പകരം അവൻ ശക്തനാണ്. The devil has been trying to afflict you. He has been trying to afflict you for a very long time, but he shall not be victorious in what he is doing. Your Lord, your God shall surely give you victory over that devil. നിന്റെ ശരീരത്തിന്മേൽ രോഗമിട്ട് പോരാടുന്ന ഈ ദിവസങ്ങൾ, ഈ ആഴ്ച നീ ചെല്ലുമ്പോൾ അത് അപ്രത്യക്ഷമായി സ്തോത്രം ജയിച്ച് ഒരു ജയത്തിന്റെ സാക്ഷ്യം ദൈവാത്മാവ് നിനക്ക് തരാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. God is going to heal you from all the ailments, from all the afflictions that the devil one is trying to bring on your body, and you shall gain victory over it. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വാഗ്ദത്ത വിഷയം, ഉടമ്പടിയുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ അത് ആമേൻ, ഈ ഉഴവുചാലിലൂടെ നിന്റെ ജീവിതത്തിന്മേൽ അത് ക്രിയാത്മകമായി ഭവിക്കുന്ന മാസങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാട് പറയുക. Say that in the coming months, that promise, that covenant that was made with Abraham, God is going to give that promise, that covenant into your lives through the cuts that he suffered for you on the Calvary. നീ ഇന്ന് പകൽ ഉടമ്പടിയുടെ മുമ്പിലായിരിക്കും. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ അടുത്തു വരുവീൻ, അവരെ കൂട്ടുവീൻ, അവരുമായിട്ടാണ് ദൈവത്തിന്റെ കാര്യമുള്ളത്. And God desires to bring his saints, his holy people who have made a covenant with him. അവൻ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ വീണ്ടും ജീവിപ്പിക്കും. അതരമനകസി ഭയപ്പെട്ട് ഉറയ്ക്കുമോ ഭയപ്പെടുന്ന ആമൻ ദിവസങ്ങളിൽ ഭയപ്പെടേണ്ട. ആമൻ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് വീണ്ടും ജീവിപ്പിക്കുമെന്ന ആലോചന പ്രകാരം ഈ ആഴ്ച ഒരു വിടുതലിന്റെ ജീവിപ്പിക്കുന്ന സാക്ഷി. ഹല്ലേലൂയ. ആമേൻ. ഈ ആഴ്ച നിന്റെ ഭയം മാറ്റി നാം നിന്നെ ഉറപ്പിക്കുന്ന ആഴ്ചയാണെന്ന് ദൈവാത്മാവ് ഇടപെടുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Say that this week he shall remove the fear that you're suffering, and he shall make you stand firm. He shall make you stand firm in whatever you're yearning to. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നെ ഉറപ്പിക്കാൻ പോവുകയാണ്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കണം, ജീവിക്കാൻ ഉറപ്പിന്റെ സാക്ഷി അടുത്താണ്. ഇന്ന് ഭയത്തിലായിരിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഭയം മാറിയ സാക്ഷ്യങ്ങൾ, വിടുതലിന്റെ ചില സാക്ഷ്യങ്ങൾ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. You are in fear, but in the coming week God is going to give you that deliverance, so that you shall give that testimony of victory, that testimony of deliverance. ആ വിടുതൽ വരുമ്പോൾ തന്നെ ദൈവത്തെ ആരാധിക്കാൻ ദേശത്ത് നമുക്കൊരു വാതിൽ, ആമിനിതാ ദൈവം തുറന്നു കഴിഞ്ഞു, ഒരു ചാല് തുറന്നു കഴിഞ്ഞു. അവൻ നമുക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞു, ആരാധനയ്ക്കായി തുറന്നു കഴിഞ്ഞു. വിശ്വസിക്കുന്ന വിശ്വാസത്താൽ വാഗ്ദത്ത വിഷയം ഇന്ന് പോലെ അബ്രഹാമിന്റെ അനുഗ്രഹ വിശ്വാസത്താൽ പ്രാപിക്കുന്ന പകലായി തീരട്ടെ. And let today be the day that you receive your blessing. We receive as a church, we receive our blessing, that in the coming month God is going to open ways for us, that we shall come together and worship him. ദൈവജനം ഒരു വലിയ പെസഹ ആചരിക്കുന്ന ഒരു വെളിപ്പാട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവെ തള്ളി പായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടാണ് ഞാൻ കാണുന്നത്. And God wherein we come together and we celebrate the name of our Lord. ദൈവമക്കൾ പറഞ്ഞാട്ടെ, അബ്രഹാമിന്റെ വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ ആമേൻ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം ഈ ദിവസങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് ഞാനത് പ്രാപിക്കും. ആ ഉഴവുചാലിലൂടെ ഞാനത് പ്രാപിച്ചെടുക്കുന്ന മാസങ്ങളാണ്. ഞാൻ എന്റെ വിശ്വാസത്തെ, എന്റെ ഉടമ്പടിയെ പുതുക്കുന്ന പകലാകുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
And let us say with faith that today be the day that I renew the faith that I have. I renew the covenant that I made with my Lord, and I shall receive all the promises that have been delayed so far. In the coming months, I shall receive it through the cuts that my Lord Jesus bore for me on the Calvary cross. ദൈവാത്മാവിനോട് പറയുന്നു, വളരെ ക്ഷീണിച്ചിരിക്കുന്നവരെ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിരാശരായിരിക്കുന്നവരെ ഉറപ്പിക്കാൻ പറയാണ്, ഭയത്തിലിരിക്കുന്നവരുടെ ഭയം മാറട്ടെ എന്ന് പറയുകയാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽക്കാലം ആരാധിച്ച് ജയമെടുക്കുന്ന ഒരു പകലാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. You are wants to say that just worship him and gain the strength from ഭയം മാറുന്ന ഒരു പകൽ ഈ ആഴ്ച. ചിലരുടെ ഭയം വിട്ടുപോട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് വീണ്ടും ജീവിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ചിലരെ ഉറപ്പിക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം എന്ന പകൽ നമ്മളെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. God is going to make us firm. God is going to make us receive all the blessings that he promised us once, and through this may God immensely bless us. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ക്ലോസ് റൈസ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി സ്തോത്രം. ആ ചാനലിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ആലോചന കേട്ടവരെ കർത്താവെ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം. ചിലരുടെ ഭയം മാറി ഉറപ്പ് കൊടുത്ത ദൈവത്തിന് സ്തോത്രം. അന്ധനാരകനാവൈശ്വസി വരുന്ന ആളുകളിൽ കർത്താവെ ചില ദൈവീയ പ്രവൃത്തികൾ അവരുടെ നാവിലൂടെ പുറത്തു വരുന്ന ദിവസങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആ വാഗ്ദത്ത സന്തതിയെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അതിന്റെ പ്രവൃത്തികളെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ദേശത്ത് കർത്താവ് ഒരു ചാല് തുറന്നു കഴിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവരങ്ങൾ ഏൽപ്പിക്കുന്ന ഈ ഒരാഴ്ചക്കാർ ആവശ്യമായി കൃപ പോരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുവിന്റെ കൂട്ടായ്മ പരിശുദ്ധാത്മാവിന്റെ കാവലും ഇന്ന് പകൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെ ഭവനങ്ങളുടെ മേലും കർത്താവിന്റെ ഒരു ഇവിടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽജയം കർത്താവ് എല്ലാവരെയും ബ്ലസ് ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന ഓർക്കാം.